തളിപ്പറമ്പിന് ഇനി രാമകൃഷ്ണ ലീലകളുടെ 14 ദിനരാത്രങ്ങൾ. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള തിടമ്പ് നൃത്തം നടക്കുന്ന പൂക്കോത്ത് നടയിൽ വൻ ഭക്തജന തിരക്കാണ് ആദ്യ ദിനം അനുഭവപ്പെട്ടത്. ആയിരക്കണക്കിന് ഭക്തരാണ് ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ തിടമ്പ് നൃത്തം ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നത്. ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ വ്യാഴാഴ്ച ഉച്ചയോടെ നടന്ന കൊടിയേറ്റത്തോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. ഉത്സവം കൊടിയേറിയാൽ മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ അറിയിക്കണമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ചെന്ന് മണിയടിച്ചാണ് ഉത്സവ വിവരം അറിയിക്കുന്നത്. അന്നേ ദിവസം തന്നെ രാത്രി 1 മണിയോടെ മഴൂരിൽ നിന്ന് ബലരാമ വിഗ്രഹം എഴുന്നള്ളിച്ച് തൃച്ചംബരത്തേക്ക് കൊണ്ടുവരും. പിന്നെ ആഘോഷങ്ങൾ പൂക്കോത്ത് നടയിലാണ്. ജ്യേഷ്ഠാനുജന്മാരായ മഴൂരപ്പൻ ബലഭദ്രനും തൃച്ചംബരത്തപ്പൻ ശ്രീകൃഷ്ണനും പൂക്കോത്ത് നടയിൽ തിടമ്പേന്തി ആനന്ദ നൃത്തമാടുന്നതാണ് തൃച്ചംബരം ഉത്സവത്തിലെ പ്രധാന ചടങ്ങ്. പൂക്കോത്തില്ലത്തെ പരമഭക്തനായ ഒരു ബ്രാഹ്മണന് പ്രായാധിക്യം കാരണം നിത്യേനയുള്ള ഭഗവത് ദർശനം മുടങ്ങി. ഇതിൽ വിഷമിച്ച ബ്രാഹ്മണൻ ഭഗവാൻ കൃഷ്ണന്റെ ബാലലീലകൾ കാണുവാൻ ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിച്ചു. പതിവ് പോലെ കുഞ്ഞരയാൽ തറയിൽ എഴുന്നള്ളത്തിന് ശേഷം ക്ഷേത്രനടയിലേക്ക് മടങ്ങാനിരുന്ന ഭഗവാൻ ഈ പ്രാർത്ഥന കേട്ടു. തുടർന്ന് ജ്യേഷ്ഠനായ ബലരാമനൊപ്പം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൂക്കോത്ത് നടയിലേക്ക് ഓടിയ കൃഷ്ണൻ തന്റെ ഭക്തന് ദർശനം നൽകാനായി ബാലലീലകൾ ആടിയെന്നാണ് ഉത്സവത്തിന്റെ ഐതിഹ്യം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് ഉത്സവം കാണാനായി എത്തുന്നത്. നൃത്തോത്സവം, ബാലലീലോത്സവം, ദേവോത്സവം, മഹോത്സവം തുടങ്ങിയവയാണ് പ്രധാന ആഘോഷങ്ങൾ. കൂട്ടത്തിലോട്ടം, ആനന്ദ നൃത്തം, കൂടിപ്പിരിയൽ തുടങ്ങിയവയും ഉത്സവത്തിന്റെ ഭാഗമാണ്.